كلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين പരിശുദ്ധ ഖുർആനിൽ അമറൽ ജലീൽ അസ്സ വജൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിപാവനമായ ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ പാപം വിട്ടുപുറത്ത് മാഫാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് അവസാനം അവന്റെ പൊരുത്തത്തിൽ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ആളുകൾ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനു മുഅ്മിനാത്തുകൾ അവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അനുഗ്രഹീതമായ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിപാവനമായ ഒരു മാസം നമ്മളിലേക്ക് ആഗതമാകാൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം. നാം എല്ലാവരും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുമക്കൾ, പേരക്കുട്ടികൾ, ഇവരുടെയൊക്കെ ജന്മദിനം, ബർത്ത്ഡേ നാം ആഘോഷിക്കലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലായി നാം ആഘോഷിക്കേണ്ടത് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. അതിന് പരിശുദ്ധമായ ഇസ്ലാമിൽ മുൻഗാമികളായ ആളുകൾ ഒരുപാട് രേഖകൾ, മഹാന്മാരായ ഇമാമിങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അത് മറ്റൊരു വിഷയം. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന കാര്യത്തിൽ വീണ്ടും നാം ഗൗരവമായി ചിന്തിക്കുക. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃക, അവിടുത്തെ ചര്യ, അത് പിൻപറ്റുന്നതിൽ നാം ജാഗരൂകരാവുക. നമ്മുടെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ നാം പള്ളിയിൽ പൈസ കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ മക്കളുടെ ആയുസ്സിന് വേണ്ടി, ആ മക്കളുടെ ബുദ്ധിക്ക് വേണ്ടി, ആ മക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മക്കളുടെ ജന്മദിനം ആഘോഷിക്കണോ ആഘോഷിക്കണ്ടേ, അത് മറ്റൊരു വിഷയം. നമ്മുടെ മുൻഗാമികൾ ആരും അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ ആരുടെയെങ്കിലും ബാപ്പമാര് നിങ്ങളുടെ ആരുടെയെങ്കിലും ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതിപ്പോ എവിടുന്ന് കടന്നു വന്നു എന്ന് നമുക്കറിയില്ല.
എന്നാൽ ഏതെങ്കിലും ഇമാമിങ്ങൾ അതിന് മാതൃക കാണിച്ചിട്ടുണ്ടോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കലുണ്ടോ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കലുണ്ടോ? ഇല്ല. ഇത് എവിടുന്ന് കടന്നു വന്നു ആവോ? ഏതായിരുന്നാലും അതിന്റെ പേരിൽ അനിസ്ലാമികമായ ഒന്നും തന്നെ നമ്മൾ നടത്താൻ പാടില്ല എന്ന് ചുരുക്കത്തിൽ ഇപ്പോൾ പറയും. കൈകൊട്ടലും പാട്ടുപാടലും ആഘോഷിക്കലും കേക്കുമുറിക്കലും മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങൾ കടന്നുകൂടുന്നതിനെ നാം സൂക്ഷിക്കുക. ചുരുക്കം അതെങ്കിലും ചെയ്യുക. എന്ത് മറ്റുള്ള ആചാരങ്ങൾ, മതത്തിന്റെ ആചാരങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്നതിൽ കടന്നുകൂടാതിരിക്കുന്നത് ശ്രദ്ധിക്കുക, സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. ഏതായിരുന്നാലും നമുക്ക് ആഘോഷിക്കേണ്ട ജന്മദിനം ആരുടേതാണ്? ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന് വ്യക്തമായ രേഖകളുണ്ടോ, തെളിവുകളുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ അംബിയാ മുർസലീങ്ങളുടെ ചരിതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, നബിയേ, മുൻഗാമികളായ ആളുകളുടെ ചരിത്രങ്ങളൊക്കെ വകുല്ലൻ നഖുസ്സു അലൈക, അങ്ങയുടെ മേൽ നാം ചരിത്രമാക്കി തന്നിട്ടുണ്ട്, നാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെയാണ് പറഞ്ഞത്? മിൻ അംബാഇർ റസൂൽ, ത്യാഗോജ്ജലമായ ജീവിതങ്ങൾ സഹിച്ചുകൊണ്ട് അതേ പ്രബോധന രംഗത്ത് നിലനിന്നിരുന്ന മുൻഗാമികളായ മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നബിയേ അങ്ങക്ക് ഞാൻ ചരിത്രമാക്കി തന്നതെന്തിനാണ്? മാനുസബ്ബിതു ബിഹി ഫുആദക, അങ്ങയുടെ ഹൃദയത്തിനൊരു സ്ഥിരതയുണ്ടാകാനാണ്, ഒരു സമാധാനമുണ്ടാകാനാണ്. അപ്പൊ മുൻഗാമികളുടെ ചരിത്രം പറയുന്നത്, മുൻഗാമികളുടെ മൗലിദ് ഓതുന്നത് അതെന്തിനു വേണ്ടിയാണ്? ഇളകി മറിയുന്ന ഹൃദയത്തിനൊരു സമാധാനമാണ്. ഇത് റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള എല്ലാ നബിമാരുടെയും മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാര് അവരുടെ മദദ് പറയുന്നതിന് തെളിവാണ്. അപ്പം ഏറ്റവും കൂടുതൽ മദദ് പറയേണ്ടത് ആരെയാണ്? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദല്ലേ ഏറ്റവും കൂടുതൽ പറയേണ്ടത്? അവിടുത്തെ ജന്മദിനമല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കേണ്ടത്? അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുക അതൊരു മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യൻ ആഘോഷിക്കുന്നത് സുബ്ഹാനല്ലാഹ് എത്രത്തോളമാണ് പ്രതിഫലം കിട്ടുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, അബൂലഹബ് ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ്, പരിശുദ്ധമായ ഖുർആൻ ശപിച്ചവനാണ്. തബ്ബത് യദാ അബീ ലഹബ് എന്ന് ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ശപിച്ചവനാണ്. അവന് പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ചെറിയ സമാധാനം നരകത്തിൽ നൽകുന്നുണ്ട്. ആർക്ക്? പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് ശപിച്ചവന് പോലും ഒരു ചെറിയ സമാധാനം നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നൽകിയത്? ഇദാ കാന ഹാദാ കാഫിറുൻ ജാഅദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. എക്കാലവും നരകത്തിലായ, കാലാകാലം നരകത്തിൽ കിടക്കുന്ന അബൂലഹബ്, ആ അബൂലഹബിന് പോലും ഒരു സമാധാനമുണ്ട്.
الاثنين دائما يخفف عنه لسروري بأحمد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കുന്ന അബൂലഹബ്, ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും അവന്റെ ഒരു വിരലിൽ നിന്ന് വലത് കൈയുടെ വിരലിൽ നിന്ന് നൽതണ്ണീര് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നു. ഇതിന്റെ കാരണം മഹാന്മാര് രേഖപ്പെടുത്തുന്നത് എന്താണ്? കുടുംബത്തിൽ ഒരു ആൺകുട്ടി പിറന്നു എന്നപ്പോൾ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അബൂലഹബ്. ആ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു, അതായത് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുള്ള ആമിന ദമ്പതികൾക്ക് എന്റെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു, നബി ജനിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ ജനിച്ചു എന്നതിന്റെ പേരിലല്ല, മറിച്ച് കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നതിന്റെ പേരിൽ അവനൊരു നന്മ ചെയ്തു. അവൻ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്തിന്? കുടുംബത്തിൽ ഒരു ആൺകുട്ടി പിറന്നു, നബി പിറന്നു അല്ലെങ്കിൽ നബിദിനമായിട്ട് ആഘോഷിച്ചതല്ല. ആരാണ് അബൂലഹബ്? നരകത്തിൽ എക്കാലവും കിടക്കുന്ന അബൂലഹബ്. അവൻ ചെയ്തതെന്താ? കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നതിന്റെ പേരിൽ ഒരു നന്മ ചെയ്തപ്പോൾ തിങ്കളാഴ്ച ദിവസം നരകത്തിൽ അവന്റെ കയ്യിൽ നിന്ന് നൽതണ്ണീർ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നു. അത് പറഞ്ഞിട്ട് മഹാരഥന്മാര് പറയുക, ഫമാ വമല്ലന്നു ബിൽ അബ്ദിൽ ലദീ തൂല ഉമരിഹി بأحمد مسرورا ومات موحدا. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി മരണപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യന്റെ സന്തോഷം എത്രമാത്രം വലുതാണ് എന്ന് മഹാരഥന്മാര് ചോദിക്കുകയാണ്. അബൂലഹബിന് അത്രയും വലിയ അനുഗ്രഹം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ശപിച്ച അവനെ അല്ലാഹു സുബ്ഹാനഹു തആല അത്രയും വലിയൊരു നന്മ നരകത്തിൽ അവനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വസിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതി ആ റസൂലുള്ള പ്രവാചകനാണെന്ന് അംഗീകരിച്ച് ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹം എത്രയാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതണം. നമ്മളെല്ലാവരും നമ്മുടെ സ്ഥാപനങ്ങളിൽ മൗലിദ് ഓതണം. പള്ളിയിൽ നടക്കുന്ന മൗലിദിന്റെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കണം. അത് ചെറിയ കാര്യമല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങള് അവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ചെറിയ മക്കളുടെ പേരക്കുട്ടികളുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ എത്രയോ പൈസ ചെലവാക്കുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നതിന് വേണ്ടി മൻ ഹയ്യ തആമൻ ലിഅജ്ലി ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഭക്ഷണത്തെ തയ്യാറാക്കിയാൽ അവന്റെ കൂട്ടുകാരെ സഹോദരന്മാരെ നാട്ടുകാരെ ഒക്കെ വിളിച്ചു കൂട്ടിയാൽ തീർന്നിട്ടില്ല.
ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് വേണ്ടി, ആ റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രകാശം ചൊരുത്തിയാൽ, നിങ്ങൾ ലൈറ്റുകൾ കത്തിച്ചാൽ, ഒരു വിസജദീദാ പുതുവസ്ത്രങ്ങൾ ധരിച്ചാൽ, ആ റസൂലുള്ളാഹിന്റെ ആദരവ് ബഹുമാനം അത് കൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അവന്റെ വീട്ടിൽ അതേ പുകയ്ക്കുകയാണ് എങ്കിൽ, സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയാണ് എങ്കിൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ഒരുമിച്ച് കൂട്ടുന്നു മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീൻ. ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറയുടെ വൻസഭയിലോ 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോൾ ആ സഫിലായി ഒരുമിച്ച് കൂട്ടുമെന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതിയാൽ സുബ്ഹാനല്ലാഹ് എത്രമാത്രം വലിയ രോഗങ്ങളാണ്, എത്രമാത്രം വലിയ രോഗങ്ങളാണ് നമ്മളെ കടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാദല്ലാഹ്, പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. മഹാന്മാരായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങൾ മൗലിദ് ഓതുന്നതിന്റെ പ്രയോജനം പറഞ്ഞിട്ട് പറയുന്നു, ആരെങ്കിലും ഒരാൾ അവന്റെ വീട്ടിൽ മൗലിദ് ഓതിയാൽ ഇല്ലാ റഫഅല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖഹ്ത വൽ വബാ വൽ ഹർഖ വൽ ഗറഖ വൽ ആഫാത വൽ ബലിയാത വൽ ബുഗ്ദ വൽ ഹസദ. എണ്ണി പറയുകയാണ് മഹാനവറുകൾ, അവന്റെ വീട്ടിൽ നിന്ന് പകർച്ചവ്യാധികളും വരൾച്ചയും അതുപോലെ മുസീബത്തുകൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ ഇതെല്ലാം അവന്റെ വീട്ടിൽ നിന്ന് പോകുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, മഹാനായ തഴവാ ഉസ്താദ് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു തരുന്നു, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ, കള്ളന്റെ ശല്യവും തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. നബിദിനവുമായി ബന്ധപ്പെട്ട നല്ല പരിപാടികൾ നമ്മുടെ മഹല്ലിൽ നടക്കുന്നുണ്ടോ എന്നറിഞ്ഞു. പടച്ചവനെ, അതിനു വേണ്ടി ഒരു കടുകുമണി സന്തോഷം നമ്മുടെ മനസ്സിൽ വന്നാൽ എത്രമാത്രം പ്രതിഫലം അല്ലാഹു തരുന്നു. പടച്ചവനെ, ആദരവായ നബിത്തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا رب ലോക രക്ഷിതാവായ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ ഓതിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹത്തായ പള്ളിയിലേക്ക് ദുആ ചെയ്യാൻ സംഭാവന തന്ന മുഅ്മിനാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിന് വേണ്ടി തന്നത് സ്വീകരിക്കണേ അല്ലാഹ്. ആ ഖബറുകളിലെല്ലാം നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, വിശാലത നൽകണേ അല്ലാഹ്, ചെറുതും വലുതുമായ ശിക്ഷകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുവോ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. നടക്കാനിരിക്കുന്ന ടെസ്റ്റിൽ ഒരു പ്രയാസവും ഒരു വിഷമവും നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന, അസ്വസ്ഥതകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഏതെല്ലാം തരത്തിൽ സഹായിച്ചുവോ സഹകരിക്കുന്നുവോ അർഹമായ പ്രതിഫലം ആഖിറത്തിലും ദുനിയാവിലും നൽകണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. മരണസമയം ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.